बुजुर्गों और दोस्तों, आज हमारी नमाजें कहाँ हमको गुनाहों से बचा रही है। नमाज पढ़ने वाला तो है, लेकिन उसे नमाज गुनाहों से नहीं बचा सक रही है। इसकी वजह क्या है? नेमतों को हम छोड़ने की वजह से, तर्क करने की वजह से। आज नेमतों को, नेमतें ज़ाहिरी व बातिनी को अगर हासिल करते तो ये नमाज, बुजुर्गों, हमारा अकीदे की अगर हम इस्लाह करते तो ये नमाज ज़रूर बज़रूर हमको गुनाहों से बचाती। आज कैसे कैसे गुनाह, शराब हराम, वो शराब को छुड़ाने के लिए आज हर महल्ले में लोग जमा होते हैं, शराब को छुड़ाने के प्लानिंग बनाते हैं, लोगों को समझाते हैं, लेकिन कोई छोड़ने वाला नहीं है, कोई छोड़ने वाला नहीं है। बल्कि शराब और आदी हो रहे हैं, शराब का और लहर। क्या कैफियत हो गई है वो गुनाह से, क्या मामला हो गया है। आज शराब पीने वाला शराबी, क्या मामला है, वो महल्ले में खराब। सिर्फ इतना ही नहीं, बल्कि अपने घर में जब जाता है, शराब के आदत की वजह से, नशे की वजह से आज वो अपने हाथ को माँ के ऊपर भी उठा रहा है, माँ को मार रहा है, बाप को मार रहा है। बुजुर्गों, सिर्फ इतना ही नहीं, बल्कि शराब को पैसे न देने की वजह से माँ को, बाप को कत्ल कर रहा है। बुजुर्गों, ये नौबत कहाँ आ गई है? मुसलमान है लेकिन अमल हो रहा है। अल्लाह हमारी हिफाजत फरमाए। ये वजह क्यों है? अगर हम इसकी तलाश करेंगे सामने आएगी वजह हमारे। आज हम हमारे अकीदों में हम नाकाम हैं। आज हम अपने अकीदों को सहाबा और मुहम्मदुर रसूलुल्लाह की तरह नहीं बनाए। देखो, सहाबा कराम रिज़वानुल्लाह ताला अलैहिम अजमईन, जब शराब को हराम किया गया तो वह शराब से जब रुके, जब शराब से वो दूर हुए, जब वो शराब को रोडों पर जब फेंके, तो अल्लाह के अजाब को देखकर नहीं, अल्लाह के अजाब को देखकर नहीं, जहन्नम को देखकर नहीं, बल्कि अल्लाह की मोहब्बत में वो छोड़ने की वो कोशिश की है। बुजुर्गों, अल्लाह की मोहब्बत में, अल्लाह के एहसानात को जानते हुए जब इसको देखे तो शराब को छोड़ने को पसंद किए, अल्लाह की रजा के मुताबिक जिंदगी बसर किए। ये गुनाह, ये गुनाह, ये गुनाह। अरे गुनाह को देखकर शराब को मत छोड़ो, गुनाह को देखकर गुनाहों से मत बचो। अल्लाह को देखकर और उसके हबीब को देखकर, उसकी मोहब्बत की खातिर अगर हम गुनाहों से बचेंगे, इंशाअल्लाह नमाज हमको गुनाहों से बचाएगी। ബഹുമാനികളെ, നാം അഥവാ ദീനിന്റെ ബാഹ്യമായ അനുഗ്രഹങ്ങളെ ഉൾക്കൊണ്ടതിനോടൊപ്പം ഈ ദീനിൽ അല്ലാഹു തആല ചെയ്ത ബാത്തിനിയായ നിഅമത്തുകൾ, ആ അനുഗ്രഹങ്ങളെ കൂടി അത് നൽകുന്ന മഹാന്മാരോട് ബന്ധപ്പെട്ട് നേടിക്കൊണ്ടാണ് നമ്മുടെ അമലുകൾ നിർവഹിക്കുന്നതെങ്കിൽ, നമ്മൾ നിസ്കരിക്കുന്നതെങ്കിൽ, നിശ്ചയമായും നമ്മുടെ നിസ്കാരം എല്ലാ തെറ്റുകളെ തൊട്ടും നമ്മളെ തടയുമായിരുന്നു. നാം ഒരിക്കലും തെറ്റ് ചെയ്യുന്നവരായി മാറുകയുമായിരുന്നില്ല. ഈ തെറ്റുകളിൽ നിന്ന്, കുറ്റങ്ങളിൽ നിന്ന് രക്ഷപ്പെട്ടൊരു ജീവിതം നയിക്കാൻ നമുക്കും നമ്മുടെ സന്താന പരമ്പരകൾക്കും സാധിക്കുമായിരുന്നു. പക്ഷേ നാം എന്തു ചെയ്തു? നാം ദീനിന്റെ അകക്കാമ്പായ, ദീനിന്റെ ആന്തരികമായ നിഅമത്ത്, വിശ്വാസകാര്യങ്ങൾ, നമ്മുടെ മനസ്സിനെ അള്ളാഹുമായി അടുപ്പിക്കുന്ന, അള്ളാഹുമായി ബന്ധമുണ്ടാക്കുന്ന, നമ്മുടെ ഹൃദയങ്ങളിൽ അള്ളാഹുവിൻ്റെ സ്നേഹവും അള്ളാഹുവിൻ്റെ ഖശിയ്യത്തും ഉണ്ടാക്കി തരുന്ന ഈ ഖശിയ്യത്തും മുഹബ്ബത്തുമാണ് തെറ്റുകളെ തൊട്ട് തടയാൻ നമ്മളെ സഹായിക്കുക. ഈ മുഹബ്ബത്തും ഖശിയ്യത്തും ഉണ്ടാക്കി തരുന്ന ഈ ഈമാനിന്, വിശ്വാസത്തിന്, ആന്തരിക നിയമത്തിന് സ്ഥാനം കൽപ്പിക്കാൻ നമ്മൾ തയ്യാറാകാതിരുന്നപ്പോൾ നമ്മുടെ അവസ്ഥ എന്തായി മാറി? നമ്മുടെ ചുറ്റുപാട് എങ്ങനെയായി മാറി? ഇന്ന് മദ്യത്തിന്, ലഹരിക്ക് നമ്മുടെ സന്താനങ്ങൾ, നമ്മുടെ ചെറുപ്പക്കാരൊക്കെ അടിമപ്പെട്ടു പോയിക്കൊണ്ടേയിരിക്കുകയാണ്. അവരെ തടയാനുള്ള മാർഗം എന്താണെന്ന് അന്വേഷിച്ചിട്ട് ആർക്കും മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല. എപ്രകാരം അപകടകരമായ ഒരവസ്ഥയിലേക്കാണ് എത്തിച്ചേർന്നിട്ടുള്ളത് എന്ന് നാം ഒക്കെ ആലോചിക്കാൻ തയ്യാറാകണം. നമ്മളെ നാടുകളിൽ, ഓരോ പ്രദേശങ്ങളിലും ആളുകൾ പരസ്പരം, ജനങ്ങൾ, ഓരോ കമ്മിറ്റിക്കാരും ഓരോ സംഘടനകളും ഒരുമിച്ച് കൂടിക്കൊണ്ട് ആസൂത്രണങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നു. ഭരണകൂടം ആസൂത്രണം ചെയ്യുന്നു. അതിനുവേണ്ടി ജാഥകളും സമ്മേളനങ്ങളും സദസ്സുകളും സംഘടിപ്പിക്കുന്നു. എങ്ങനെയാണ് ഈ ലഹരിയെ ഒന്ന് നിർത്താൻ സാധിക്കുക? അതിന് തടയിടാനുള്ള മാർഗങ്ങൾ ആരാഞ്ഞുകൊണ്ടിരിക്കുന്നു. പക്ഷേ ഇതുകൊണ്ടൊന്നും തന്നെ ഈ ലഹരി ഉപയോഗിക്കുക, അതല്ലെങ്കിൽ മറ്റ് തെറ്റുകൾ ചെയ്യുക എന്നതിൽ നിന്ന് ആളുകൾ പുറകോട്ട് പോകുന്നതായി കാണാൻ കഴിയുന്നില്ല. എത്രമാത്രം ഈ തെറ്റുകൊണ്ട് അപകടങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഒരു മദ്യപാനം, അതല്ലെങ്കിൽ ഒരു ലഹരി ഉപയോഗം എന്നതിൽ മാത്രം അത് അവസാനിച്ചില്ല.
മറിച്ച് ഈ ലഹരി ഉപയോഗിക്കുന്നവൻ മൊത്തം നാട്ടിന് തന്നെ ഒരു ഉപദ്രവമായി മാറിയിരിക്കുകയാണ്. ഈ ലഹരി ഉപയോഗിക്കുന്നവര് അവിടെ വീട്ടിലെത്തിയാൽ പിന്നെ ആ ലഹരിയിൽ അവൻ മയങ്ങിക്കിടക്കുകയല്ല, അവൻ്റെ കൈകള് അവൻ്റെ മാതാപിതാക്കളിലേക്ക്, അവൻ്റെ മറ്റുള്ളവരേക്ക് ഉയരുന്ന കാഴ്ചപ്പാടാണ് നമ്മൾക്ക് കാണാൻ കഴിയുന്നത്. ഈ വിലപിടിപ്പുള്ള ഈ ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിച്ച് ശീലിച്ചവൻ ജോലി ചെയ്യാൻ തയ്യാറാകാതെ കയ്യിൽ പണമില്ലാതായി വരുമ്പോൾ ഈ പണത്തിന് വേണ്ടി തൻ്റെ ഉമ്മയോടും വാപ്പയോടും ചോദിക്കുമ്പോൾ അവരത് നൽകാൻ തയ്യാറാകാതിരുന്നാൽ ഈ സ്വന്തം മാതാപിതാക്കളെ വരെ മുസൽമാന്റെ പേരുള്ള ഈ മദ്യപാനി, ഈ ലഹരി ഉപയോഗിക്കുന്നവൻ കൊന്നു തള്ളാൻ തയ്യാറായ ഒരു കാലഘട്ടത്തിന്റെ ചിത്രമാണ് വ്യക്തമായ നിലക്ക് നമ്മുടെ മുന്നിലൊക്കെ കാണപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ഇങ്ങനെ ദൈനംദിനം ദീനീയായ രംഗത്ത് ഇത്രയും പുരോഗതി കൈവരിച്ച നമ്മുടെ ഇടയിൽ സംഭവിക്കുമ്പോൾ അതിന് തടയിടാനുള്ള മാർഗം എന്താണ്? അതിനുള്ള ആസൂത്രണം എന്താണ്? നമ്മൾ ആലോചിക്കേണ്ടതാണ്. അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പരിശുദ്ധ ദീന് ഇതിനൊക്കെ കൈകാര്യം ചെയ്തത് എങ്ങനെയാണ്? ഈ തെറ്റിന്റെ ആസക്തി, ഈ തെറ്റിനോടുള്ള ആഗ്രഹം മനുഷ്യന്റെ ഉള്ളിൽ ഉയർന്നു വരുമ്പോൾ അതിനെ നിർത്തലാക്കാനുള്ള മാർഗം അത് കേവലം ഉപദേശങ്ങളെ കൊണ്ടല്ല, ശിക്ഷകളെ കൊണ്ടല്ല. പിന്നെ എങ്ങനെയാണ് ഇവന്റെ ഹൃദയത്തിൽ അള്ളാഹുവിനോടും അവന്റെ റസൂലിനോടുമുള്ള മുഹബ്ബത്ത് ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളതാണ്. ഈ സ്നേഹമാണ് ഉണ്ടാക്കി കൊടുക്കേണ്ടത്. ശിക്ഷയുടെ പേരിൽ തെറ്റുകളെ ഒഴിവാക്കിക്കുകയല്ല പരിശുദ്ധ ഇസ്ലാം ചെയ്തത്. ആ ഇസ്ലാം തെറ്റുകൾ ചെയ്യുന്നവർക്ക് ശിക്ഷകൾ നിശ്ചയിച്ചിട്ടുണ്ട്. പക്ഷെ അതിലൂടെയല്ല ഇസ്ലാം തെറ്റുകളെ നിർമ്മാർജ്ജനം ചെയ്തത്. മറിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മഹാന്മാരായ സ്വഹാബത്തിന് അള്ളാഹുവിനെ കുറിച്ച് പഠിപ്പിച്ചു കൊടുത്തു. അള്ളാഹു ആരാണ് എന്നും അള്ളാഹു നമുക്ക് ഓരോ നിമിഷവും ചെയ്തു തരുന്ന അനുഗ്രഹങ്ങൾ എന്താണെന്നും ഇസ്ലാമികമായ അള്ളാഹുവിന്റെ ആന്തരികമായ നിഅമത്തുകളുടെ അടിസ്ഥാനത്തിൽ ഓരോ അടിമകൾക്കും ബോധ്യപ്പെട്ടപ്പോൾ അവർ എപ്രകാരം നന്മകൾ ചെയ്യുന്നതിൽ ആവേശമുള്ളവരായിരുന്നു, അതുപോലെ തന്നെ തെറ്റുകളെ ഒഴിവാക്കുന്നവരും അവർ ആവേശമുള്ളവരായി മാറി. മഹാന്മാരായ സ്വഹാബത്തിന് മധ്യേ നേരത്തെ മദ്യം അനുവദിക്കപ്പെട്ട ഒന്നായിരുന്നു. ശേഷം അത് നിഷിദ്ധമാക്കപ്പെട്ടു. ആ സമയത്ത് ഈ മദ്യത്തെ, ഈ ലഹരിയെ മഹാന്മാരായ സ്വഹാബത്ത് ഒഴിവാക്കിയത്, ആ മദ്യം നിറച്ചു വെച്ച പാത്രങ്ങൾ തച്ചുടച്ചത്, വായിലേക്ക് ഒഴിച്ച മദ്യം വരെ തുപ്പിക്കളഞ്ഞ് ഇറക്കാൻ തയ്യാറാകാത്ത അവസ്ഥകള് മഹാന്മാരായ സ്വഹാബത്ത് സ്വീകരിച്ചത് ഇത് ഇറക്കിയാൽ അള്ളാഹു ശിക്ഷിക്കുമെന്ന് പേടിച്ചിട്ടല്ല, ഇത് തച്ചുടച്ചെങ്കിൽ ഇവിടെ ഏത് ശിക്ഷയാണ് നടപ്പിലാവുക എന്ന പേരിലല്ല, മറിച്ച് ഇതിനെ ഒഴിവാക്കാൻ തയ്യാറായത് അള്ളാഹുവിനോടുള്ള സ്നേഹത്തിന്റെ പേരിലാണ്, റസൂലുള്ളാഹിനോടുള്ള സ്നേഹത്തിന്റെ പേരിലാണ്. അള്ളാഹുവിനോടും റസൂലിനോടും ദീനിന്റെ ആന്തരിക നിയമത്തിന്റെ പേരിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഉണ്ടാക്കി കൊടുത്ത ആ ഉന്നതമായ സ്നേഹബന്ധം ഇന്ന് ആധുനിക മുസൽമാന്റെ ഉള്ളിൽ നിന്ന് ഇല്ലാതായി തീർന്നിരിക്കുകയാണ്. ഈ സ്നേഹബന്ധം ഏതുവരെ ഈ ആന്തരിക നിയമത്തിലൂടെ നേടിയെടുക്കുന്നില്ലയോ അതുവരെ ഈ തെറ്റുകളുടെ ശത്രുവായി മാറാൻ നമുക്ക് സാധ്യമാവുകയില്ല. നമ്മൾ ഏതൊക്കെ നന്മകൾ ചെയ്താലും ആ നന്മകളോടൊക്കെ ഒപ്പം തിന്മയും അതിനേക്കാളൊക്കെ ഉപരിയായി ഉന്നതമായി മുന്നിലോടുന്ന ഒരു കാഴ്ചപ്പാടാണ് കാണാൻ കഴിയുക. അത് രക്ഷപ്പെടണമെങ്കിൽ നാം ദീനിന്റെ ആന്തരികമായ നിയമത്തിലേക്ക് ശ്രദ്ധിക്കാനും അത് ഉൾക്കൊള്ളാനും തയ്യാറായാൽ ഇൻഷാ അല്ലാഹ് എല്ലാ തെറ്റുകളും രക്ഷപ്പെടുത്തി സുന്ദരമായ ഒരു ജീവിതം അല്ലാഹു തആല അവന്റെ തൃപ്തിയോടെ നമുക്കൊക്കെ പ്രദാനിക്കുന്നതാണ്.